ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടി ദൈവം നമുക്കായി ദാനമായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനുമായി നമുക്ക് ഒരു ദിവസം കൂടി ദൈവം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടുവാൻ, ദൈവത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കുവാൻ, ദൈവത്തോടൊപ്പം ദൈവ മക്കളോടൊപ്പം ചേർന്ന് സകല വിശുദ്ധരോടൊപ്പം ചേർന്ന് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയും പാടുകയും ചെയ്യുന്ന ദൂതന്മാരോടൊപ്പം സകല വിശുദ്ധന്മാരോട് സകല ദൂതന്മാരോടും ഒപ്പം ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനും ശക്തിപ്പെടുവാനും ആത്മാവിൽ ശക്തരും ബലമുള്ളവരുമായി മാറുവാനുമായി കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കേണ്ട വണ്ണം ആരാധിക്കുവാൻ, വചനം കേൾക്കേണ്ട വണ്ണം കേൾക്കുവാൻ, പ്രാപിക്കേണ്ട വണ്ണം പ്രാപിക്കുവാൻ, ആത്മാവിൽ ഒരുക്കമുള്ളവരായിരിക്കുവാനായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഓരോ ഞായറാഴ്ച ദിവസവും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ വർദ്ധിച്ച സന്തോഷമുണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ, ആത്മാവിൽ ശക്തിയുള്ളവരും സന്തോഷമുള്ളവരുമായി മാറുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ. മഹാപരിശുദ്ധനായിരിക്കുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽക്കാലം അടുത്തു വരുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവനും എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അടുത്തു വരുന്ന പച്ച. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ് ഞങ്ങൾക്കൊന്ന് കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. മോശ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങയുടെ മുഖം കാണണം. പക്ഷേ കർത്താവേ, ആ തേജസ് കണ്ടാൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടാൽ ഒരു മനുഷ്യനും പിന്നെ ജീവിക്കുവാൻ കഴിയാത്തതിനാൽ അങ്ങ് മോശയെ ആ പാറയുടെ പിളർപ്പിലാക്കി കൈകൊണ്ട് മറച്ച് അവിടെ നിന്ന് മോശയുടെ അടുക്കൽ കൂടി കടന്നു പോയതുപോലെ അപ്പച്ച അതുപോലെയല്ല ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്ന് നേരിട്ടറിയുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന ആ കൃപാസനത്തിലോളം അടുത്തു വന്ന് ദൈവ സാന്നിധ്യവും തേജസ്സും ശക്തിയും ദൈവമേ സകല നന്മകളും പ്രാപിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ ലോകത്തിലുള്ള പലതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദാഹിക്കുന്നു, കാത്തിരിക്കുന്നു. കർത്താവെ, അതിനേക്കാൾ എല്ലാം ഉപരിയായി ദൈവമേ ആ പഴയ നിയമകാലങ്ങളിൽ സമാഗമന കൂടാരത്തിൽ ഇറങ്ങിക്കിടന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, മേഘം പോലെ ഇറങ്ങിക്കിടന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ശലോമോൻ്റെ ആലയത്തിൽ ഇറങ്ങി വന്ന് ശുശ്രൂഷക്കാർക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവിടെ വ്യാപരിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവമേ അവിടെ ഇറങ്ങി വന്ന് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അവിടുത്തെ മഹത്വമുള്ളിടത്ത് സകലതും ഉണ്ടല്ലോ കർത്താവേ. അവിടെ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ദൈവമേ അങ്ങ് അവരെ വഴി നടത്തുന്നതെന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവ മഹത്വം ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ കർത്താവേ ഞങ്ങളും കുറവില്ലാത്തവരായി മാറുവാൻ, ദൈവകൃപയ്ക്കൊത്ത വണ്ണം വളർന്നു വരുവാൻ, ദൈവികമായിരിക്കുന്ന വിശുദ്ധിയിലേക്ക് അടുത്തു വരുവാൻ, സകല ആത്മീക നന്മകളും ഞങ്ങൾ പ്രാപിക്കുവാൻ ഇടവരുമല്ലോ അപ്പ ഈ നാളുകളിൽ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ വ്യക്തികളുടെയും ഓരോ പ്രിയ മക്കളുടെയും ഹൃദയത്തിൽ ആ ദൈവത്തിൻ്റെ തേജസ് ഒന്ന് കാണുവാൻ കർത്താവെ, മോശ മൂടുപടം ഇടേണ്ടി വന്നതുപോലെ ആ മോശയുടെ മുഖത്തിൽ വിളങ്ങിയതുപോലൊരു തേജസ് മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ തേജസ് കൊണ്ടെന്ന് പകൽക്കാലം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ കർത്താവേ. അങ്ങനെ ദൈവ തേജസ് പ്രാപിച്ചവരുടെ മുമ്പിൽ പിശാചിന് നിൽക്കുവാൻ കഴിയുകയില്ലല്ലോ ദൈവമേ. പ്രിയപ്പെട്ട മക്കൾ അങ്ങനെ കടന്നു പോകുമ്പോൾ കർത്താവ് ഇവരുടെ മുമ്പിൽ നിന്ന് പിശാചുക്കൾ ഓടി മാറട്ടെ ദൈവമേ. ഇവർ പാടുമ്പോൾ, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ, വചനം പറയുമ്പോൾ ഭൂതങ്ങൾ ദൈവമേ അലറി മാറുവാൻ, ദുരാത്മ ബന്ധനങ്ങൾ തകരുവാൻ, ശാപക്കെട്ടുകൾ അഴിയുവാൻ, പൈശാചിക പോരാട്ടങ്ങൾ ദൈവമേ വ്യക്തികളുടെ ജീവിതങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇവരെ നിറച്ചയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകം അതിനായി ഇവരിൽ ഇറങ്ങി വ്യാപരിക്കട്ടെ പച്ച. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ് ദൈവമേ, വിവേചനത്തിൻ്റെ ആത്മാവ്, സൗഖ്യമാക്കുന്ന ആത്മാവ്, അന്യഭാഷകളുടെയും പ്രവചനത്തിൻ്റെയും ആത്മാവിനാൽ ഇവരെ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ അധരങ്ങൾ തുറന്ന് പ്രവചിക്കുമ്പോൾ ദേശത്തിൽ വലിയ വ്യത്യാസങ്ങൾ നടക്കട്ടെ. ദേശത്തിൽ നിന്ന് ആപത്തുകൾ, അനർത്ഥങ്ങൾ നീങ്ങിപ്പോകട്ടെ. പൈശാചിക പോരുഘട്ടങ്ങൾ കർത്താവേ, ആ വിഗ്രഹാരാധനകൾ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. ശാപത്തിൻ്റെ കുരുക്കുകൾ അഴിഞ്ഞു മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ. അപ്പോൾ ആ ചില ഭവനങ്ങൾ വ്യക്തമായി ദൈവമേ ആത്മാവിൽ മുന്നേറുവാൻ കഴിയാതെ, പലവിധ തടസ്സങ്ങളിട്ട് ആരാധിക്കുവാൻ കഴിയാതെ, എന്നും പ്രശ്നങ്ങൾ, കലഹങ്ങൾ ദൈവമേ അങ്ങനെയൊക്കെ ഉള്ള ഭവനങ്ങളിൽ
ദൂതന്മാരിറങ്ങി ആ കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുമെന്നുള്ള വചനത്താൽ ഇന്ന് പകൽക്കാലം ദൈവിക സ്വാതന്ത്ര്യം ദേഹി ആത്മാവിൽ വ്യാപരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ജയം അത്യത്ഭുതമായി ദൈവമേ ഇവരിലേക്ക് ഇറങ്ങി വ്യാപരിക്കട്ടെ. കർത്താവെ, തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുമക്കളുടെ പഠനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിവാഹങ്ങൾ നടക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ ദൈവമേ വിവാഹ ജീവിതങ്ങൾ ഒരുങ്ങട്ടെ. ദൈവമേ, വിദേശ രാജ്യങ്ങൾ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചതിൻ്റെ പ്രോസസ്സിലായിരിക്കുന്നവർ, ദൈവമേ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുവാൻ പോകുന്നവർ, കർത്താവെ അതിൻ്റെ വിസയ്ക്കായി മറ്റ് പ്രോസസ്സുകൾക്കായി ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, യാത്രകളിലൊക്കെ ആയിരിക്കുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കൂടെ നിന്ന് അവിടെ നിന്ന് ദൈവമേ അവരെ നന്മകളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പൽക്കാല രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, അസ്ഥി സംബന്ധമായിരിക്കുന്ന ബലഹീനതകൾ, അസ്ഥി തേയ്മാനങ്ങൾ, കർത്താവെ നട്ടലിൻ്റെയൊക്കെ ഡിസ്ലൊക്കേഷനുകൾ എല്ലാം യേശുവൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പച്ച ഫ്ലൂയിഡിൻ്റെ ഇംബാലൻസുകൾ, കർത്താവെ തലവേദനയുടെ പ്രയാസങ്ങൾ, ദൈവമേ അമിതമായിരിക്കുന്ന ജോലി ഭാരം കാരണമൊക്കെ വരുന്ന സ്ട്രെസ്, ഡിപ്രഷനുകൾ, കർത്താവെ അതിൽ നിന്നെല്ലാം ദൈവമേ പ്രിയപ്പെട്ടവരെ അങ്ങ് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുകയും വിടുവിക്കുകയും രോഗശാന്തിയെയും ആരോഗ്യത്തെയും പകരുന്ന ദൈവം ഈ പ്രിയ മക്കളോട് കൂടെ ഇരിക്കുമാറാകണമേ. ദൈവമേ, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ടുകളിൽ, ദൈവമേ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ഇൻഫെക്ഷനുകൾ, കർത്താവെ ലങ്സ് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, ബ്രെയിനിലുള്ള ദൈവമേ ആ ചുരുക്കം, ഇതിനെല്ലാം കർത്താവെ യേശുവിൻ്റെ രക്തത്താലും അടിപ്പിണരാലും അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാലേ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കഥാവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചതിന് ശേഷം അരിമത്യക്കാരൻ യോസഫും നിക്കോദെമോസും ചെന്ന് കർത്താവിൻ്റെ ശരീരത്തെ ആ അരിമത്യക്കാരൻ യോസഫിൻ്റെ കല്ലറയിൽ, അവർ വാങ്ങിയിട്ടിരുന്ന അല്ലെങ്കിൽ അവർക്കുള്ള കല്ലറയിൽ, ആരെയും അതുവരെയും അടക്കാതിരുന്ന കല്ലറയിൽ കർത്താവിനെ അടക്കുന്നു. ഹല്ലേലൂയ. സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആ യഹൂദന്മാരുടെ നിയമപ്രകാരം ആ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് ആ കർത്താവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ തക്കവണ്ണം ഈ സഹോദരിമാർ, കുറേ സഹോദരിമാർ, കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന യോഹന്നാനും കുറേ സഹോദരിമാരുമെല്ലാം ഈ കല്ലറ നോക്കി വച്ചതിന് ശേഷം അവർ മടങ്ങിപ്പോയി. ആ ശബത്ത് കഴിഞ്ഞു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഞായറാഴ്ച ദിവസം മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്കിലേക്ക് ഓടി വരുന്നത് കണ്ടു. ഹല്ലേലൂയ. ഇവരുടെ ഹൃദയത്തിലുണ്ട് ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി നീക്കും എന്നൊക്കെയുള്ള ഭാരത്തോടുകൂടി അവർ ഓടി വരുമ്പോൾ ഹല്ലേലൂയ അവിടെ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ആ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളും ഇന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ, ഞായറാഴ്ച ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രതീക്ഷയോടുകൂടി വരുന്നത് ആ മഗ്ദലക്കാരത്തി മറിയെ പോലൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലും കാണാം. ഈ വിഷയത്തിൽ ആര് ഞങ്ങളെ സഹായിക്കും? ആ കല്ലടച്ചു വച്ചതുപോലെ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര തള്ളിയിട്ടും ഉന്തിയിട്ടും ഒന്നും മാറിപ്പോകാത്ത ആ വിഷയം ഞങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ തുറന്നു കിട്ടും എന്ന് ഭാരത്തോടുകൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കായി ദൂതൻ മറിയയ്ക്ക് മുന്നമേ ചെന്ന്, അല്ലെങ്കിൽ ഓടി വന്നവർക്ക് മുന്നമേ ചെന്ന് ദൂതൻ കല്ലുരുട്ടി നീക്കി കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ആ വിഷയത്തിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടിയും സ്വർഗത്തിൻ്റെ ചില ദൂതന്മാർ വന്ന് കല്ലുകളെ ഉരുട്ടി നീക്കുവാൻ, അടച്ചു വച്ചതുപോലെയുള്ള ആ വിഷയങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ അത് ശരീരത്തിൻ്റെ സൗഖ്യമായി, കുഞ്ഞുങ്ങളുടെ നന്മയായി, വിവാഹ ജീവിതമായി, കുടുംബജീവിതത്തിൻ്റെ നന്മകളായി, സമാധാനമായി, സാമ്പത്തിക വിഷയത്തിൻ്റെ പുരോഗതിയായി, ഭവനങ്ങളായി, വസ്തുക്കളായി ഒക്കെ അടച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ആ വിഷയങ്ങൾ സകലതും ഈ ദിവസങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ ദൂതന്മാരിറങ്ങി നിങ്ങൾക്ക് വേണ്ടിയും കല്ലുകളെ ഉരുട്ടി മാറ്റി ആ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ആഘോഷിക്കുവാൻ ഇടവരുമാറാകട്ടെ. ആമേൻ, ആമേൻ.